അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 2023 നടന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായം തെറ്റായ കാര്യങ്ങളിൽ ഒത്തുചേരുകയില്ല. ഈ ഹദീസിൻ്റെ ആശയം ആൻസർ ബി ആണ്. ഓരോ കാലത്തെയും മുജ്തഹിദുകളുടെ തീരുമാനം സ്വീകരിക്കാം. രണ്ടാമത്തേത്, അത് ഈമാനിൻ്റെ പകുതിയാണ്. അതുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ആൻസർ സി ശുദ്ധി. 3, ഉപ്പും ലവണങ്ങളും അലിഞ്ഞു ചേർന്ന കടൽ വെള്ളം. ആൻസർ എ ത്വഹൂർ ആണ്. 4, ശാഫിഈ ഇമാമിൻ്റെ ശിഷ്യന്മാർ ക്രോഡീകരിച്ച മസ്അലകൾ ഷാഫി മദ്ഹബിൽ പെട്ടതാണ്. ആൻസർ ബി ശരി. 5, ഖുർആനോ സുന്നത്തോ വ്യക്തമായി പറയാത്ത വിഷയത്തിൻ്റെ വിധി കണ്ടെത്താനുള്ള ഒരു രീതി. ആൻസർ സി ഖിയാസ്. 6, താഴെ കൊടുത്തവയിൽ നജസായത്. ആൻസർ ഡി ആണ് ചത്ത പശു. 7, ചാണകം കത്തിച്ചപ്പോൾ പാറിയെത്തിയ പൊടി വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ആൻസർ സി നിസ്കാര സ്ഥലത്ത്. 8, കിടപ്പ് രോഗിയായ ഹാഷിമിന് മലർന്നു കിടന്ന് നിസ്കരിക്കാൻ ഖിബിലക്ക് മുന്നിടേണ്ടത്. ആൻസർ സി കാലടികളും മുഖവും ഖിബിലക്ക് നേരെ വെച്ച്. 9, സമയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആൻസർ എ ആണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. 10, സർജറിക്ക് വേണ്ടി ബോധം കെടുത്തിയ രോഗി ഓർമ്മ നഷ്ടപ്പെട്ട കാലത്ത് നിസ്കാരം ഖളാ വീട്ടൽ. ആൻസർ ഡി ജായിസ്. 11, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം. ആൻസർ ഡി സ്വർഗപ്രവേശം. 12, മനുഷ്യകുലത്തെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ചുമതലയുള്ള മലക്കുകൾ. ആൻസർ ബി ഹഫലത്തിൻ്റെ മലക്കുകൾ, ഹഫലത്ത് എന്ന പേര്. 13, പൂർവ്വവേദങ്ങളായ ഇഞ്ചീലിനെയും തൗറാത്തിനെയും പറ്റിയുള്ള നമ്മുടെ നിലപാട്. ആൻസർ ബി അവർ ഖുർആൻ ഇറങ്ങിയതോടെ ദുർബലപ്പെട്ടു. 14, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഈ പ്രസ്താവന നടത്തിയത്. ആൻസർ സി അബൂജഹൽ. 15, ഹിറക്കൽ ചക്രവർത്തിയുടെ സാമ്രാജ്യം. ആൻസർ ബി റോം. 16, ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് എന്നർത്ഥമുള്ള ഫാത്തിഹയുടെ നാമം. ആൻസർ എ അസ്സബിഉൽ മസാനി. 17, അള്ളാഹുവും വാനലോകത്തുള്ളവരും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഭാഗം. ആൻസർ ബി അറിവ് പഠിക്കുന്നവർ. ഇഹലോക സുഖങ്ങൾ ഒഴിവാക്കി പരലോക നേട്ടത്തിന് വേണ്ടി ജീവിതം നീക്കിവെക്കുക. ആൻസർ ബി അസ്സഹാദ. 19, ഫമാ ഖാലലി ഉഫിൻ, ചെ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇത് ആര് പറഞ്ഞു, ആരെ പറ്റി പറഞ്ഞു? ആൻസർ സി അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. 20ാമത്തെ ചോദ്യം, ഇദൽ കരീമു തജല്ല ബിസ്മി മുൻതഖിമി, ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കുന്നത് എങ്ങനെ? ആൻസർ ഡി ശുപാർശകനായി. 21, ഖുർആൻ നിയമാനുസരണം പാരായണം ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്ന ആയത്ത്. ആൻസർ ബി വറത്തിലിൽ ഖുർആന തർത്തീല. 22, വിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ചു പാരായണം ചെയ്യുന്നവർ കൂടെയാണ്. വിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ചു പാരായണം ചെയ്യുന്നവർ കൂടെയാണ്. ആരുടെ കൂടെ? ആൻസർ എ അത്യുന്നതരായ മലക്കുകളുടെ. 23, വിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകളുടെ എണ്ണം. ആൻസർ ബി 14. 24, ആദമിനേക്കാൾ ഉത്തമനായതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യില്ല. ഇങ്ങനെ പറയാൻ ഇബ്ലീസിനെ പ്രേരിപ്പിച്ച കാര്യം. എന്താ ഇബ്ലീസിനെ പ്രേരിപ്പിച്ചത്? ആൻസർ എ അഹങ്കാരവും അസൂയയും. 25, ഇദ്രീസ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നത സ്ഥാനം നൽകി ആദരിച്ചത് എങ്ങനെ? ആൻസർ സി ജീവനോടെ വാനലോകത്തേക്ക് താമസിപ്പിച്ച്. 26, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജന്മനാട്. ആൻസർ എ ബാബിലോൺ. 27, ഇസ്രായേൽ എന്ന പേരിലുള്ള പ്രവാചകൻ. ആൻസർ ബി
യാക്കൂബ് നബി അലൈഹിസ്സലാം. 28 മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയ സ്ഥലം. ആൻസർ ഡി ഫലസ്തീൻ. 29 മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. ആൻസർ എ പൊന്നാനി. 30 താഴെ കൊടുത്തവയിൽ യാസീൻ ഉദാഹരണമായത് ഏത്? ആൻസർ സി അൽ ഹുറൂഫുൽ മുഖത്തഅ. 31 ശരിയായ പദം ഏത്? ആൻസർ ബി കവയിത്രി. 32 കലക്കത്ത് ഭവനം ഏത് കവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സി കുഞ്ചൻ നമ്പ്യാർ. 33 ചേനയിലും ചേമ്പിലും പരാഗണം നടത്തുന്നത് ഡാഷ് ആണ്. ഏതാണ്? ആൻസർ സി ഈച്ച. 34 കോളിഫ്ലവറിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏത്? ആൻസർ ബി വൈറ്റമിൻ ബി. 35 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അല്ലാത്തത്. ആൻസർ ബി ഉറുമ്പ്. 36 പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ രൂപം ഏത്? ആൻസർ ബി രാസോർജം. 37 ഭൂമിയുടെ ആകൃതി. ആൻസർ ജിയോയിഡ്. 38 എത്ര ദിവസം ഉള്ള വർഷമാണ് അതിവർഷം? ആൻസർ ബി 366. 39 ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ആൻസർ ബി 24 മണിക്കൂർ. 40 ഡൽഹി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ആൻസർ ബി യമുന നദീതീരത്ത്. 41 ഒരു മണിക്കൂർ എത്ര സെക്കൻഡുകളാണ്? ആൻസർ 3600 സെക്കൻഡ്. 42 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ആൻസർ എ ആണ് 1. 43 72-ന് എത്ര ഘടകങ്ങൾ ഉണ്ട്? ആൻസർ ഡി 12 ഘടകങ്ങൾ. 44 ഒരു സമചതുര കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ ഇരട്ടിച്ചാൽ വ്യാപ്തം എത്രയാവും? ആൻസർ ബി 8 മടങ്ങ്. ആൻസർ ഡി 8 മടങ്ങ്. 1 3 5 7 997 999 ഈ വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? ആൻസർ എ 500. 46-ാമത്തെ ക്വസ്റ്റ്യന് ദ ട്രെയിൻ അറൈവ്സ് ഡാഷ് 8:20 clock PM. 8:20 ട്രെയിൻ എത്തും. 8:20 ട്രെയിൻ എത്തും എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ഡാഷ് എന്ന് ഇട്ട് കൊടുത്ത് ഇന്നാണോ അറ്റാണോ ഓണാണോ ബയ്യാണോ ഏതാണ് കൊടുക്കുക? അതെല്ലാവർക്കും അറിയണം തന്നെ. അല്ലേ? അറ്റ് തന്നെയാണ് ഉത്തരം. ബി ആണ്. 47-ാമത്തെ ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. താഴെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡിൽ സ്പെല്ലിങ് അങ്ങോട്ടും കൂടെ മാറി മാറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കറക്റ്റായ സ്പെല്ലിങ്ങിലൂടെ, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് സ്പെല്ലിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏതാണ് ഉത്തരം? ബി ആണ്. കമ്മ്യൂണിക്കേറ്റ്. മനസ്സിലായില്ലേ? 48-ാമത്തത് സ്പ്രൗട്ടഡ് സീഡ്സ് ആർ റിച്ച് സോഴ്സ് ഓഫ് ഡാഷ് എന്നാണ്. നമ്മളെ മുളപ്പിച്ച വിത്തുകൾ, നമ്മൾ ചെറുപയർ മുളപ്പിക്കാറുണ്ട്, കടല മുളപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ മുളപ്പിച്ച വിത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ മോസ്റ്റ് സോഴ്സ് ഓഫ് റിച്ച്, അതിലേറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് പ്രോട്ടീനാണോ അതോ കാർബോഹൈഡ്രേറ്റ്സ് ആണോ ഫാറ്റ്സ് ആണോ വിറ്റാമിൻസ് ആണോ? ഇതിലേറ്റവും കൂടുതൽ മുളപ്പിച്ച വിത്തിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ ഒരു അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതാണെന്നുള്ള ചോദ്യം. അതെന്താണ് ഉത്തരം? ഡി പ്രോട്ടീനാണ്. നമുക്ക് നമ്മൾ ജിമ്മിനൊക്കെ പോകുന്നവരോടൊക്കെ ചോദിച്ചാൽ മതി. പ്രോട്ടീൻസാണ് ഏറ്റവും കൂടുതൽ എന്തിൽ നിന്ന് കിട്ടുന്നത്? മുളപ്പിച്ച സ്പ്രൗട്ടഡ് സീഡ്സിൽ നിന്നും കൂടുതൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ 49-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ ഈസ്. ആദ്യമായി മനുഷ്യന് യൂസ് ചെയ്ത അല്ലെങ്കിൽ ഉപയോഗിച്ച മെറ്റൽ ഏത് എന്നുള്ളതാണ്. അടിയിൽ കൊടുത്തിട്ടുണ്ട് കോപ്പർ, അയേൺ, ബ്രോൺസ്, സിൽവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ആദ്യമായി മനുഷ്യന് ഉപയോഗിച്ച മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പറാണ് കേട്ടോ. കോപ്പറാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ. 50-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഈസ് കോൾഡ് ഡാഷ്.
നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഫ്ലോ അഥവാ അതിൻ്റെ ചലനം, അതിന് പറയുന്ന പേര് എന്ത് എന്നുള്ളതാണ്. അതിനെന്താ നമ്മൾ വിളിക്കൽ, എന്താ വിളിക്കൽ? ഇലക്ട്രിസിറ്റി. അതിനെ വേറെ ചിന്തിക്കാനില്ല. ഇലക്ട്രിസിറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് അതിൻ്റെ വോൾട്ടേജ്, അതേപോലെ അതിൻ്റെ സർക്യൂട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ട പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ഇതോടെ 6ാം ക്ലാസ്സിലെ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.